കോക്രോച്ച് ജനതാ പാർട്ടി സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഒരു സന്ദേശമാണ്. ഇത്തരക്കാർ ഇന്ത്യയിൽ ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്ത് ചെറുപ്പക്കാരായ ആളുകളെയും വികൃത വിചിത്ര വേഷധാരികളായ ആളുകളെയും ഒക്കെ തന്നെ കൊണ്ടുവന്ന് ഡൽഹിയിലും മുംബൈയിലുമൊക്കെ നിരത്തി നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും ഒക്കെ പോലെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിക്കാം, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ വീട്ടിൽ പറഞ്ഞു വിടാം എന്നുള്ള ഇന്ത്യയിലും വിദേശത്തുമുള്ള രാജ്യദ്രോഹികളുടെ, രാജ്യവിരുദ്ധരുടെ, മത തീവ്രവാദികളുടെ ഒക്കെ തന്നെ സ്പോൺസർഷിപ്പോടു കൂടിയാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഇവിടെ അരങ്ങേറിയത് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായത്. ഈ അഭിജിത് ദീപ്കെ പറയുന്നുണ്ട്, ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ സംവരണപ്രകാരവും അല്ലാതെയുമൊക്കെ മുസ്ലിം സമൂഹങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം. അപ്പം ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ചില സമയങ്ങളിൽ അറിയാതെ പുറത്തു വരുന്നു. ഇത് കൃത്യമായി സ്പോൺസർ ചെയ്ത, കൃത്യമായി ആന്റി ഇന്ത്യ എലമെന്റ്സ് സ്പോൺസർ ചെയ്ത ജോർജ് സൊറോസിൻ്റേത് അടക്കമുള്ള, അലക്സാണ്ടർ സൊറോസിൻ്റേത് അടക്കമുള്ള ഏജൻസികൾ, അതുപോലെ ഒപ്പം നിന്ന കോൺഗ്രസിൻ്റെ ചില നേതാക്കളും, ഇടതുപക്ഷം, മതതീവ്രവാദ ശക്തികൾ, മതതീവ്രവാദ സംഘടനകൾ ഒക്കെ ചേർന്ന് സ്പോൺസർ ചെയ്ത് പൊലിപ്പിച്ച് പരിപോഷിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ഇത് എന്നത് വ്യക്തമാവുകയാണ്.